വേദിയിലുള്ള മനുഷ്യരെ സുഹൃത്തുക്കൾ, സഹാക്കളാലും സഹയാത്രികരാണ് ധന്യമായിട്ടുള്ള ഈ സദസ്സിൽ ഇതിലൊന്നും പെടാതെ വ്യക്തി ഞാൻ മാത്രമല്ല. ശ്രീ നയനാൻകോശി പറഞ്ഞ ചില പറയുമ്പോ ചിലപ്പോ ഞങ്ങളുടെ സെക്രട്ടറി എപ്പോഴും അപ്പോ ഈ സെമിനാറിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം അവരുടെ സ്വഭാവം തന്നെയാണോ ഞങ്ങളുടെ സ്വഭാവം. ഇന്നത്തെ സെമിനാറിലെ ഏറ്റവും കാര്യപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ പാർട്ടി കോൺഗ്രസിനോട് അനുസരിച്ച് അതിന് ശേഷം നടന്നിട്ടുള്ള ആ 5ാമത്തെ സെമിനാറിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ CPM-നോട് നന്ദി രേഖപ്പെടുത്തിയാണ് എന്റെ സംഘടന. കാരണം എന്തൊക്കെ പറഞ്ഞാലും സത്യരാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ടുള്ള ഞങ്ങളെ വിളിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഇംപ്രൂവ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് കാര്യങ്ങൾ. അതിലോട്ട് ഞാൻ പിന്നെ വരാം. അതിന് മുമ്പ് ന്യൂനപക്ഷ അവകാശമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ന്യൂനപക്ഷ അവകാശം എന്ന് പറഞ്ഞിട്ട് പരക്കെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ കച്ചവടം നടത്തുന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു സംശയമില്ല. കാരണം ഈ ന്യൂനപക്ഷ അവകാശം എന്തിനാണ് കൊടുത്തതെന്നുള്ള ഇന്ത്യയുടെ ഭരണഘടന പഠിച്ചാൽ മനസ്സിലാവും. ഇത് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം 2 പ്രശ്നങ്ങളുണ്ടായി. ഒന്ന്, രാഷ്ട്രഭാഷ ഹിന്ദിയിലേക്ക് പ്രഖ്യാപിച്ചു. രണ്ടാമത് ഉറുദു സംസാരിക്കുന്ന മുസ്ലിമുകളുടെ വിഷയമുണ്ടായി. മൂന്നാമത് ഓരോരോ സ്റ്റേറ്റിൽ തന്നെ ഒരു സംസ്ഥാനത്ത് തന്നെ 3-4 ഭാഷയുണ്ടായി. ഉദാഹരണമായിട്ട് മദ്രാസ് സംസ്ഥാനത്ത് മുഖ്യ ഭാഷ തമിഴും മലബാറിൽ മലയാളവും തിരുപ്പതി വരുന്ന കോസ്റ്റാമായ ഏരിയകൾ തെലുങ്ക് വരും. അപ്പോ ഒരു സംസ്ഥാനത്തിനുള്ളിൽ തന്നെ ന്യൂനപക്ഷങ്ങളുണ്ടായി. ആ ന്യൂനപക്ഷങ്ങളുടെ പേരാണ് ഭാഷാ ന്യൂനപക്ഷങ്ങൾ. ഇവിടെ നിർഭാഗ്യവശാൽ ന്യൂനപക്ഷം എന്ന വാക്ക് ഉപയോഗിക്കും ഉടനെ തന്നെ കത്തോലിക്ക സഭയിൽ ഫസലുപ്പുറും ദീപുമാണ് എന്നുള്ളത് തോന്നലാണ്. അത് ശരിയല്ല. ഇവിടെ ഗോത്രങ്ങളുടെ ന്യൂനപക്ഷങ്ങളുണ്ട്. ഗോത്ര ന്യൂനപക്ഷത്തിന്റെ പേരിലാണ് ആസാം ഇത്ര തവണ വിഭജിച്ചത്. ഇപ്പോഴും വിഭജിച്ച് തീർന്നിട്ടില്ല. ഇനിയും പറയുന്നത് മേഘാലയക്കും മണിപ്പൂരിനും മിസോറാമിനൊക്കെ ശേഷം ആസാമിൽ ബോഡോലാൻഡ് വേണമെന്ന്. അതിനർത്ഥം ഇനിയും വിഭജനം നടക്കുകയാണ്. അത് ഗോത്രങ്ങളുടെ പേരിലുള്ള വിഭജനം, ഭാഷയുടെ പേരിലുള്ളതല്ല. പിന്നെ നമ്മുടെ സെയ്സായും ദ്വീപും ഉണ്ട്, ലക്ഷദ്വീപ്. അവര് മാപ്പമാരാണ് പറയുന്നത്. അതിന്റെ ഒപ്പം തന്നെ അവർ സെയ്തുമാരാണ്. സെയ്ത് എന്ന് പറഞ്ഞാൽ റസൂലിന്റെ പാലക്കാട് തർക്കം. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ഇതൊക്കെ അത്ര ലളിതമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. വെറുതെ നമ്മൾ ചാടിക്കുന്നത് ന്യൂനപക്ഷമാണ് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ന്യൂനപക്ഷ അവകാശം എന്നുള്ളത് വന്നത്. അപ്പൊ ഭരണഘടനയിൽ അവിടെ എഴുതി വെച്ചു അവരുടെ സംസ്കാരത്തെയും അവരുടെ ഭാഷയൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ന്യൂനപക്ഷ അവകാശം. അല്ലാതെ മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് നടത്തി കച്ചവടം നടത്താനല്ല ന്യൂനപക്ഷം എന്നുള്ളതാണ് എന്റെ ഉറച്ച വിശ്വാസം. ഇത് പറയുമ്പോൾ നടത്തുന്ന ആളാണെന്ന് കൂടി മനസ്സിലാക്കണം. അവിടെയാണ് വ്യത്യാസം. കാരണം ഞാൻ പറയുന്ന ഇന്നിപ്പോ ന്യൂനപക്ഷ അവകാശം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതായത് നമ്മുടെ പുറകിലിരിക്കുന്ന ഹുസൈൻ കണ്ടത്താണിയും 5 വേറെ കണ്ടത്താണിയും കൂടെ ചെയ്യും. ഒരു ട്രസ്റ്റ് ഉണ്ടാവും. 5 മാത്രമേ 5 പേർക്കുള്ള ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ട്രസ്റ്റ് എഴുതി വെക്കും. ഇതൊക്കെ മുസ്ലിം സമുദായത്തിന്റെ വ്യത്യസ്തത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇങ്ങനെ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് കൂടുതൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയത്. കണ്ടത്താണി തന്നെ കുഴപ്പമില്ല. ഇത് തുടങ്ങിയതിന് ശേഷം ഇവർ പറഞ്ഞത് ഞങ്ങൾ ന്യൂനപക്ഷത്തെ പ്രതിനിധീകരിക്കുന്നു. എങ്ങനെ ഇവര് ഇലക്ഷൻ ജയിക്കുന്നുണ്ടോ? ഇവർക്ക് എന്ത് തരത്തിലുള്ള ന്യൂനപക്ഷ സ്വഭാവമുള്ളത്? പക്ഷേ കോടതിയിൽ പോയി പറഞ്ഞിരിക്കുന്നത് ഭരണഘടന പ്രകാരം ഇവർക്ക് ന്യൂനപക്ഷ അവകാശം നിഷേധിക്കാൻ പാടില്ല. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊരു കോളേജ് കൊടുക്കും. കോളേജ് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഇവരെ എല്ലാ സീറ്റും 100 സീറ്റ് എടുക്കും. കത്തോലിക്ക സഭയുടെ 100 സീറ്റ് എടുത്തിട്ട് ഇവര് മാപ്പന്മാരെ അർപ്പിക്കില്ല. ഇവർ നല്ല നസ്രാണിനെ അർപ്പിക്കണം. അതും തെക്കൻ മാപ്പയാണോ നേരാൻ കുറിച്ച് പറയുന്ന മാപ്പ തന്നെ. അംസാഖ്യം മാപ്പ, ഞാൻ മാപ്പ, നേരാൻ കുറിച്ച് മാപ്പ. അത് മതിയടോ. അഡ്മിറ്റ് ഫീസ് ആരാ കൂടുതൽ എന്നത് പറഞ്ഞത്. അങ്ങനെ ഇവര് ഈ കോളേജൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലും പ്രശ്നം പറ്റിയോ, അധ്യാപകരുടെ പ്രശ്നം പറ്റിയോ, അധ്യാപകരുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞ അപ്പൊ അവർ പറയും OBC ആണ് ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയൊക്കെ ക്വാളിഫിക്കേഷൻ മതി. കൂടുതൽ സർക്കാർ ഉടനെ ഇറക്കി കൊടുക്കും ഒരു ജിയോ. OBC ആണ് ഇവരൊക്കെ. ഞാൻ നേരത്തെ വന്ന ST-യുടെ പറയും OBC-കളിൽപ്പെട്ടാണ് ഇവര്. അതുകൊണ്ട് ഇവർക്ക് ഇത്രയൊക്കെ ക്വാളിഫിക്കേഷൻ മതി. ഇവരെ വിദ്യാർത്ഥികളുടെ പരീക്ഷയിൽ തോറ്റാൻ പറയുന്നത് മോഡറേഷൻ കൂടുതൽ വേണം. കാര്യം OBC ആണ്. പക്ഷെ വിദ്യാർത്ഥിനെ ചേർക്കുമ്പോൾ മാർക്കോ അതൊക്കെ പറയില്ല. ചേർക്കുമ്പോൾ 50 മാർക്ക് കഷ്ടിച്ചാണ് ചേർന്നത് കക്ഷികളൊക്കെ. അപ്പൊ ആ തരത്തിലുള്ള ന്യൂനപക്ഷ സംരക്ഷണമാണ് ഇന്ത്യയിൽ നടക്കുന്നത്.
കത്തോലിക്ക സഭയെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നത്. കാരണം കത്തോലിക്ക സഭ അറ്റ്ലീസ്റ്റ് കത്തോലിക്കരുടെയാണ്. പക്ഷെ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ നടത്തപ്പെടുന്ന ഈ ട്രസ്റ്റുകളൊന്നും മുസ്ലിം സമുദായത്തിന്റെ അല്ല. പക്ഷെ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി ആണ്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തിലുള്ളതെന്ന് പറയുന്നത്. ഞങ്ങളുടെ നടത്തല്ല. ഞങ്ങളുടെ സൊസൈറ്റി മുസ്ലിം സമുദായത്തിൽ ആർക്കും ചേരാം. 1000 മെമ്പർഷിപ്പ് കൊടുത്ത് ആർക്കും ചേരാവുന്ന. നാളെ അപ്ലിക്കേഷൻ തന്നോ സഖാവേ ടിപിയുടെ കുടുംബത്തിൽപ്പെടുകയെ ബഷീറിന്റെ കുടുംബത്തിൽപ്പെടുകയെ ഞങ്ങൾക്ക് പ്രശ്നമില്ല. 1000 നമ്മുടെ മെമ്പർഷിപ്പ് അത്തരത്തിലുള്ള സൊസൈറ്റികളൊന്നും അല്ലേ. ഇവരൊക്കെ വ്യക്തിഗതമായിട്ട് നടത്തുന്നതാണ്. അതല്ലാതെ ഒരു സൊസൈറ്റി ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. സഭ ഭേദമാണ്. സഭയ്ക്ക് ഇന്ത്യയിൽ മുഴുവൻ സ്ഥാപനങ്ങളുണ്ട്. നേരത്തെ ശ്രീ നയനാകുറിച്ച് പറഞ്ഞ മാതിരി അറ്റ്ലീസ്റ്റ് സഭയുടെ മുൻഗാമികളുടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ആരോപണമില്ല. ആരോപണം അങ്ങനെ എനിക്ക് പറയട്ടെ. ഒരു 2 കോളേജിൽ കൂടുതലുള്ള ഒരുത്തിന്റെ വീടെന്ന് പറയട്ടെ. സമുദായത്തിന് വേണ്ടി നടത്തുന്ന ആരുമില്ല. 1-2 KMEയുടെ കോളേജുണ്ട്. പട്ടിക്കാട് ജാമ്യ കോളേജുണ്ട്. അതൊക്കെ സമുദായത്തിന്റെ കോളേജുകളാണ്. അതുമായി 3-4 കോളേജ്. ഇന്ത്യ മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കും. ഞാൻ എല്ലായിടത്തും പോവാം. ഇല്ല, ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവർക്കൊരു ലോട്ടറി അടിച്ച മാതിരി വീഴും. ആ ന്യൂനപക്ഷാവകാശം കിട്ടി വീഴും. ഇപ്പൊ എന്താ നടക്കണമെന്ന് വെച്ചാൽ ജസ്റ്റിസ് സിദ്ദീഖി ഇപ്പൊ ഫ്ലൈറ്റ് ഇറങ്ങിയില്ല. ന്യൂനപക്ഷ സെക്രട്ടറി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ടോട്ടലി മുൻപ് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ഒറ്റ സ്ഥാപനത്തിനാണ് കേരളത്തിലെ ന്യൂനപക്ഷ പദവിയിലേക്ക്. അത് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന പ്രിൻസിപ്പൽ എഞ്ചിനീയറിംഗ് കോളേജ് മാത്രമാണ് കേരളത്തിലെ ഗവൺമെന്റ് ന്യൂനപക്ഷ സ്റ്റാറ്റസ് നൽകിയിട്ടുള്ള ഏക സ്ഥാപനം. അതിനുശേഷം ന്യൂനപക്ഷ സ്റ്റാറ്റസ് കിട്ടാതായ വളരെ സിമ്പിൾ ഫോർമുലയുണ്ട്. നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുക, 3 മാസം കാത്തിക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ നേരെ ഡൽഹിയിൽ പോകാൻ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുക. 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ന്യൂനപക്ഷ സ്റ്റാറ്റസ് കിട്ടി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്ത് തോന്നിവാസവും ചെയ്യാം. അപ്പൊ എന്ത് കിട്ടി? നമ്മുടെ അണ്ടി കമ്പനിയൊക്കെ കൂട്ടി അതൊക്കെ എഞ്ചിനീയറിംഗ് കോളേജാക്കി കൂട്ടിയല്ലോ. നമ്മുടെ ടയർ കമ്പനിയൊക്കെ കൂട്ടി ഫാർമസ്യൂട്ടിക്കൽ കോളേജാക്കിയാണ്. ടയർ ഒരു ഫാർമസി ആണല്ലോ. നമ്മുടെ മെഡിക്കൽ ഷോപ്പൊക്കെ വിറ്റ് മെഡിക്കൽ കോളേജ് തുടങ്ങി. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഈ സ്ഥിതിക്ക് കാരണക്കാരാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനൊക്കെ കാരണക്കാരായി കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്ഥലം വിട്ടിട്ട് ഞാനതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ചെയ്യണം. പിന്നെ കാരണക്കാരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉത്തരവാദിത്തമില്ലായ്മ ഈസ് ഓൾസോ ഈക്വൽ ടു കറപ്ഷൻ. ഒരു വാക്കുണ്ട്. അതായത് കമ്മീഷൻ ആൻഡ് ഒമീഷൻ എന്ന വാക്കാണ് ഉദ്ദേശിക്കുന്നത്. കമ്മീഷൻ എന്ന് വെച്ചാൽ കരുതിക്കൂട്ടി ചെയ്യുന്നത്. ഒമീഷൻ എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കും. രണ്ടും മനസ്സിലായി. അപ്പോ അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം പറ്റ നശിപ്പിച്ചിരിക്കുകയാണെന്നാണ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള വരാം. ഇത്തവണ ന്യൂനപക്ഷാവകാശങ്ങളെ പറ്റി പറഞ്ഞു. ഇവിടുത്തെ തുടക്കം നമുക്ക് നോക്കാം. ഇവിടെ ഗെയിലിരിക്കുന്നുണ്ടല്ലോ നമ്മുടെ സ്വന്തരാഷ്ട്രത്തിന്റെ കാലം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്കിതിലൊന്നും താല്പര്യം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തിരിച്ചു വീഴുന്ന നാടകം പറയും. 4000 സ്കൂളുകളിൽ 3500 സ്കൂളും കത്തോലിക്ക സഭയാണ്. വിമോചന സമരം വിജയിച്ചിട്ടായിരുന്നെങ്കിൽ നമുക്കിതൊക്കെ പറയാമായിരുന്നു. നിർഭാഗ്യവശാൽ വിമോചന സമരം പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ വിമോചന സമരം വിജയിച്ചിട്ടുണ്ട്. സ്റ്റാറ്റസ് കോ ഇസ് മെയിൻറ്റെയിൻ. സ്റ്റാറ്റസ് കോ എന്നാണ് ഞാൻ പറഞ്ഞുതരാം. 157 കോളേജുകളിൽ ഉള്ളത് 80 കോളേജും ഒരു വിഭാഗം തന്നെയാണ്. കേരളത്തിൽ ഒരു വിഭാഗം തന്നെയാണ് 80 കോളേജ്. എനിക്ക് ആ വിഭാഗത്തിന് എതിർപ്പില്ലാതെ ആരെന്ന് പറഞ്ഞല്ലോ. ഞങ്ങളോട് വെച്ച് മാന്യം വരാം. 80 കോളേജ് 5000 എയ്ഡഡ് സ്കൂളുള്ളത്. ഈ എയ്ഡഡ് സ്കൂൾ എന്ന് പറഞ്ഞ പ്രതിഭാസം ഭയങ്കര രസകരമാണ്. സർക്കാർ ശമ്പളം നൽകും, അപ്പോയിന്റ്മെന്റ് മാനേജർമാര്. ലോകത്ത് എവിടെയില്ല ഇങ്ങനത്തെ സംവിധാനം. ആ സംവിധാനം കേരളത്തിലുണ്ട്. അതിന്റെ പേരാണ് ഡയറക്ട് പേയ്മെന്റ് അഗ്രിമെന്റ് 1971-72 വന്നത്. അതനുസരിച്ചിട്ട് ഒരു മോണോപ്പൊളി ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള ബൈ ഒരു ന്യൂനപക്ഷം. ഒരു ന്യൂനപക്ഷം പോയിട്ടുണ്ട്. പിന്നെ വന്നാണ് നമ്മുടെ ന്യൂനപക്ഷം. ഞാൻ മനസ്സിലാക്കിയ ടീമും ഒക്കെ പറയുന്ന ന്യൂനപക്ഷം. ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവർക്ക് ഒരു സാമൂഹ്യ ബോധവുമില്ല. ഏകാന്റി എന്നിട്ട് പറഞ്ഞത് വെള്ളക്കടലാസ് എഴുതി തന്നാൽ മതി. കച്ചവടക്കാരുടെ ക്യൂ ആണ് തിരുവനന്തപുരത്ത്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ റൂം കിട്ടാനില്ല. കാരണം അവരെല്ലാം NOC വാങ്ങാനായിട്ട് വന്നിരിക്കും. NOC വാങ്ങാൻ നിൽക്കുന്നവരാണ് അവിടെ നിന്ന് സ്പെല്ലിംഗ് ചോദിക്കുന്നത്. നമ്മൾ എന്താണ് പേര് കൊടുക്കേണ്ടത്? അപ്പൊ നമ്മൾ എഞ്ചിനീയറിംഗ് ആണ്. നിങ്ങൾ പറയുക സ്പെല്ലിംഗ് എന്താണ്? സ്പെല്ലിംഗ്